ിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ആൺ സുഹൃത്തിന്റെ പീഡനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മരിച്ചത് ഇന്നലെ. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ലെന്ന വമ്പൻ പ്രഖ്യാപനം. നികുതി സ്ലാബുകളിലും അഴിച്ചുപണി. 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കുള്ള ആദായ നികുതി പരിധി 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമാക്കി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ മിഡിൽ ക്ലാസിനെ തലോടി നിർമ്മല സീതാരാമൻ. ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കുറയും. ടിവിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. കമ്പിളി തുണിത്തരങ്ങൾക്കും വില ഉയരും. Prime Minister Dhan Dhanya Krishi Yojana, developing agri districts program. Motivated by the success of the aspirational district program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. 1.7 കോടി കർഷകർക്കായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ കാർഷിക ഉൽപാദനം കൂട്ടി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുക ലക്ഷ്യം. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. പഠനത്തിന് 3 സെന്റർ ഫോർ എക്സലൻസ് നൽകുന്നത് 500 കോടി. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ 5 വർഷത്തിനുള്ളിൽ 75,000 സീറ്റ് കൂട്ടും. 5 IITകളിൽ അടിസ്ഥാന സൗകര്യ വികസനവും കൂടുതൽ സീറ്റുകളും. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition and marketing of Makhana. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബീഹാറിനായി വാരിക്കോരി പദ്ധതികൾ. മഖാന ബോർഡ് എന്ന ബീഹാറിന്റെ ആവശ്യത്തിന് അംഗീകാരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ഉൾപ്പെടെ നിരവധി കേന്ദ്ര സ്ഥാപനങ്ങൾ. പട്ന വിമാനത്താവളം വികസിപ്പിക്കും. ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന മകൻ അറസ്റ്റിൽ. രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരെ കൊല്ലാൻ മകൻ വിജിൻ വീടിന് തീയിട്ടു. കൊലപാതകത്തിന് കാരണം സ്വത്ത് തർക്കം. വിശദമായി നോക്കാം. ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായി ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, കേരള മനസാക്ഷിയെ ഒന്നാകെ വേദനിപ്പിച്ച അതിക്രൂര പീഡനത്തിന്റെ വാർത്തയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ജീവനോട് മല്ലടിച്ച് ആ പെൺകുട്ടി പൊരുതിയെങ്കിലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. പൊതുദർശനം വീട്ടിൽ നടന്നു. സംസ്കാരം അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു ഈ പൊതുദർശന സമയത്തൊക്കെ. മറ്റു വിവരങ്ങൾ. പൊതുദർശനം പുരോഗമിക്കുന്നു. അതിപ്പോൾ പുരോഹിതനെത്തുകയും സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
നിരവധി പേർ പെൺകുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ പരിസരത്തുള്ളവർ പലരും തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനൂപ് ജേക്കബ് MLA അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, അങ്ങനെ പലരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 6 ദിവസത്തോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞ കുട്ടിയാണ്. ഇത് ഇന്നലെയായിരുന്നു സംഭവിക്കുകയും ചെയ്തത്. അതിക്രൂരമായ രീതിയിൽ പീഡനങ്ങൾ ഏറ്റാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. വലിയ രീതിയിൽ ശരീരത്തിനടക്കം മുറിവ് പറ്റിയിട്ടുണ്ട്. ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഇവരുടെ ആൺ സുഹൃത്തിനെതിരെ ചുമത്തിയ വകുപ്പുകളിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. കൊലപാതക കുറ്റമടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂട്ടിച്ചേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രാവിലെ ഏതാണ്ട് 9:30 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. ഇവിടെ അമ്മ, അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കൾ തുടങ്ങിയവരെല്ലാവരും തന്നെ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഇടത്ത് ഇപ്പോൾ അന്ത്യ കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. പിന്നെ പരിസരത്തുള്ളവരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ശുശ്രൂഷാക്രമങ്ങൾ, സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് തൃപ്പൂണിത്തുറ പുതിയകാവ് നടമ്മേൽ മത്ത മറിയം യാക്കോബായ ശ്രേണി പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഒരു 3 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഈ ഇപ്പോൾ നടക്കുന്ന അന്ത്യശുശ്രൂഷ ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം ഇവിടെ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷമാണ് സംസ്കാര കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക. പോലീസ് അടക്കം ഇവിടെ ഉണ്ട്. ഒപ്പം ഈ സമീപവാസികളെല്ലാവരും ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ശുശ്രൂഷ ചടങ്ങിനിടയ്ക്കും അവരെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസ് വലിയ രീതിയിൽ തന്നെ ഗൗരവതരമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. പോക്സോ അതിജീവിതയാണ് കുട്ടി. പക്ഷെ പിന്നീടും ഈ സുഹൃത്ത് സംശയം കൊണ്ട് വളരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നതാണ്. സുഹൃത്ത് കഴുത്തിൽ ബലമായി ഷാള് കെട്ടിയതിന്റെ അടക്കമുള്ള അടയാളങ്ങളുണ്ട്. സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന മൊഴി പ്രകാരം ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും താനത് അവർ ഷാൾ മുറിച്ച് താഴെ ഇടുകയുമായിരുന്നു. വെള്ളമൊഴിച്ചിട്ട് ഉണരാത്തത് കൊണ്ട് മരണപ്പെട്ടു എന്ന് കരുതി പേടിച്ച അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലീസ് അത് മുഴുവനായി വിശ്വസിച്ചിട്ടില്ല എന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ ഫോറൻസിക് സംഘം ഇവിടെ പരിശോധന നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. അതിന്റെ കൂടിയ റിപ്പോർട്ടുകളും എല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് എത്തിച്ചേരുക. ഇതിൽ നിലവിൽ കൊലപാതക കുറ്റം അടക്കം ചുമത്താനുള്ള തെളിവുകളും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക്കിന്റെ പരിശോധനാ റിപ്പോർട്ടും അടക്കം വരേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിച്ച ഈ അടുത്തിടെ സംഭവിച്ചതിൽ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ ഉള്ളൊരു സംഭവമായിട്ട് തന്നെ ഇത് മാറിക്കഴിഞ്ഞു എന്നതാണ്. ആൺ സുഹൃത്തിന് കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ 6 ദിവസത്തോളം ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആൺ സുഹൃത്തിന്റെ അതിക്രൂര പീഡനത്തിന് ഇരയായി ആണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയുടെ മരണം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. വീട്ടിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് BJP നേതാവ് V. മുരളീധരൻ. ആവശ്യമായ അന്വേഷണങ്ങൾ നടത്താത്തത് കൂടുതൽ സംഭവങ്ങൾ ആവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി പോക്സോ അതിജീവിതയായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം, ഇങ്ങനെയൊരു പെൺകുട്ടി
ഈ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നു എന്നുള്ളത് കൂടുതൽ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത്. പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരാളുടെ ജീവൻ, ആ ജീവന്റെ സംരക്ഷണത്തിൽ സർക്കാരിന് കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ കഴിയുള്ളൂ. ഇനി നോക്കാം ബജറ്റിൽ എന്തെല്ലാം. ഇടത്തരക്കാർക്ക് കോളടിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുമ്പോൾ ഫലത്തിൽ 12.75 ലക്ഷം വാർഷിക വരുമാനമുള്ളവർ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകും. ഇടത്തരക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി വിപണിയിൽ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര വലിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതല്ല. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. Average income of 1 lakh per month other than the special rate income such as capital gains. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നികുതി അടയ്ക്കേണ്ട. വാർഷിക അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ലക്ഷവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയും ചേരുമ്പോൾ 12.75 ലക്ഷം വരെ വരുമാനമുള്ളവർ പരിധിയിൽ നിന്ന് ഒഴിവാകും. നേരത്തെ 7.5 ലക്ഷമായിരുന്നതാണ് വൻ ഇളവ് നൽകി പരിധി ഉയർത്തിയത്. പുതിയ നികുതി രീതി തെരഞ്ഞെടുത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. 12.75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ അടയ്ക്കേണ്ടി വരുന്ന നികുതി ഇങ്ങനെയാണ്. 4 ലക്ഷം വരെയുള്ള തുകയ്ക്ക് നികുതി ബാധകമല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30% വരെയും നികുതി അടയ്ക്കണം. ഇടത്തരക്കാർക്ക് കൂടുതൽ പണം എത്തിച്ച് വിപണിയിലെ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. വമ്പൻ പ്രഖ്യാപനമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ പ്രതികരണം. സാമ്പത്തിക വളർച്ച കുത്തനെ താണതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് ഭീമൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും. പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മുതൽ മഖാന ബോർഡ് വരെയാണ് ബീഹാറിന് കേന്ദ്രത്തിന്റെ സമ്മാനം. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. മൂന്നാം മോദി സർക്കാരിൽ ബീഹാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് ബജറ്റിലും പ്രതിഫലനം. പിന്തുണയ്ക്ക് പ്രത്യുപകാരവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനും ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. A national mission on high-yielding seeds will be launched, aimed at 1. Strengthening research ecosystem, 2. Targeted development and propagation of seeds with high yield, pest resistance and climate resilience, and 3. Commercial availability of more than 100 seed varieties released since July 2024. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കും. പശ്ചിമ കോസി കനാൽ പദ്ധതിക്ക് അധിക സാമ്പത്തിക സഹായം. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, നിലവിലെ പാട്ന എയർപോർട്ട് വികസിപ്പിക്കും. ബീഹാർ സ്പെഷ്യൽ പ്രഖ്യാപനങ്ങൾ ട്രഷറി ബെഞ്ച് ഹർഷാരവത്തോടെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് പരിഹാസം. The institute will provide a strong fillip to food processing activities in the entire eastern region. Our government will set up a national manufacturing mission covering small, medium and large industries for furthering Make in India by providing policy support, execution roadmaps, governance
and monitoring framework for central ministries and states. IIT പാട്നയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുണ്ട് അധിക സഹായം. ഇതുകൂടാതെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന മഖാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കും. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition and marketing of Makhana. ബീഹാറിലെ മിഥില മേഖലയിൽ പരമ്പരാഗത നാടോടി കലാരൂപമായ മധുബനിയുടെ സവിശേഷതകളുള്ള ഓഫ് വൈറ്റ് സാരിയിലായിരുന്നു നിർമ്മലയുടെ ബജറ്റ് ദിനം. വേഷം പോലെ തന്നെ കണക്ക് പുസ്തകത്തിലും പതിവിൽ കൂടുതൽ പ്രണയം ബീഹാറിനോട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഒടുവിലിതാ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം സാധാരണക്കാരായ ആളുകൾക്ക് അവന്റെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലേക്കുള്ള സുപ്രധാനമായ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്നു. 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു ആദായ നികുതി സ്ലാബ്. അതായത് ഒരു വർഷം 12 ലക്ഷം രൂപ വരുമാനം നേടുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല. കണക്കാക്കുമ്പോൾ മാസം 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന വ്യക്തിക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ടതില്ല എന്ന വലിയ പ്രഖ്യാപനം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു വ്യക്തിഗത ടാക്സ് എന്നത്. വ്യക്തിഗത ബജറ്റിലെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങളിലേക്കാണ്. റെയിൽവേയുടെ സുരക്ഷയും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. മൂലധന ചെലവ് ഇനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച അത്ര തന്നെ തുകയാണ് ഇത്തവണയും നീക്കിവെച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി റെയിൽവേയുടെ ആകെവിഹിതം പരാമർശിച്ചില്ല. പക്ഷേ പ്രസംഗത്തിനു ശേഷം പുറത്തിറക്കിയ ബജറ്റ് രേഖകളിൽ മൂലധന വിഹിതം വ്യക്തമാക്കി. മൂലധന ചെലവ് തുടർച്ചയായി 2ാം വർഷവും മാറ്റമില്ലാതെ തുടരുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 2.52 ലക്ഷം കോടി രൂപയുടെ വാർഷിക ചിലവുകളാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലും അതേ തുക തന്നെ. സുരക്ഷയ്ക്കും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ട്രാക്കുകളുടെയും വാഗണുകളുടെയും നിർമ്മാണം, വൈദ്യുതീകരണം, സിഗ്നലിംഗ്, സ്റ്റേഷൻ വികസനം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ആഭ്യന്തര ബജറ്റേതര വരുമാനം 13,000 കോടിയായി തന്നെ തുടരുന്നു. ധനമന്ത്രി 2025-26 കേന്ദ്ര ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ശേഷം IRCON, IRCTC, IRFC തുടങ്ങിയ റെയിൽവേ ഓഹരികളിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. ഈ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ വിമർശിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റെയിൽവേ വികസനത്തെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കി. 6 മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയതായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. Specified drugs and medicines under patient assistance programs run by the pharmaceutical companies are fully exempt from BCD, provided the medicines are supplied free of cost to the patients. ടൂറിസം രംഗത്ത് നവീനമായ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഹോം സ്റ്റേകൾ തുടങ്ങാൻ മുദ്രാ ലോൺ ലഭിക്കും. മെഡിക്കൽ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകും. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ഹീൽ ഇന്ത്യ പദ്ധതി നടപ്പാക്കും. ചികിത്സയ്ക്ക് വരുന്നവർക്ക് വിസ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. Top 50 tourist destination sites in the country will be developed in partnership with states through a challenge mode. Land for building key infrastructure will have to be provided by the states. Hotels in these destinations will be included in the infrastructure harmonized list. Visa fee waivers for certain tourist groups.
There will be a special focus on destinations related to the life and times of Lord Buddha. Medical tourism and Heal in India will be promoted in partnership with the private sector, along with capacity building and easier visa norms. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വലിയ പദ്ധതികളുണ്ട്. ശാസ്ത്രാവബോധം വളർത്താൻ 50,000 സ്കൂളുകളിൽ അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ തുറക്കും. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കും. Adult Tinkering Labs. 50,000 adult tinkering labs will be set up in government schools in the next 5 years to cultivate the spirit of curiosity and innovation and foster a scientific temper among young minds. കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ ആഗോള ഹബ്ബാക്കുകയാണ് ലക്ഷ്യം. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഇത്. A global hub for toys. The scheme will focus on development of clusters, skills, and a manufacturing ecosystem that will create high quality, unique, innovative, and sustainable toys that will represent the Made in India brand. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. 2025-26 സാമ്പത്തിക വർഷം 10,000 അധികം മെഡിക്കൽ സീറ്റുകളാണ് അനുവദിച്ചത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000-ലധികം മെഡിക്കൽ സീറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സയ്ക്ക് ഡേ കെയർ സെന്റർ തുടങ്ങും. 3 വർഷത്തിനുള്ളിലായിരിക്കും പദ്ധതി സമ്പൂർണ്ണമായ രീതിയിൽ യാഥാർത്ഥ്യമാക്കുക. 2025-26 സാമ്പത്തിക വർഷം ഈ പദ്ധതി 200 ആശുപത്രികളിൽ നടപ്പാക്കും. In the next year, 10,000 additional seats will be added in medical colleges and hospitals towards the goal of adding 75,000 seats in the next 5 years. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. 2014-ൽ തുടങ്ങിയ 5 IIT-കളുടെ വികസനത്തിന് തുക മാറ്റിവെച്ചു. പാലക്കാട് IIT-ക്കും പണം വകയിരുത്തിയിട്ടുണ്ട്. പട്ന IIT-യുടെ വികസനത്തിനും ഫണ്ട് വകയിരുത്തി. Additional infrastructure will be created in the 5 IITs started after 2014 to facilitate education for 6,500 more students. Hostel and other infrastructure capacity at IIT Patna will also be expanded. Center of Excellence in AI for Education. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രോത്സാഹനത്തിനും വലിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയുടെ ഇറക്കുമതിക്കുള്ള എക്സൈസ് തീരുവ കുറച്ചതോടെ വാഹനങ്ങളുടെ വില കുറയും. Lithium ion battery. To the list of exempted capital goods, I propose to add 35 additional capital goods for EV battery manufacturing and 28 additional capital goods for mobile phone battery manufacturing. This will boost domestic manufacture of lithium-ion batteries, both for mobile phones and for electric vehicles. കർഷകർക്കും നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ 3 ലക്ഷമായ കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി 5 ലക്ഷമായി ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen, and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. കാർഷിക രംഗത്ത് വൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 100 ജില്ലകളിൽ നടപ്പാക്കും. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. Prime Minister Dhan Dhanya Krishi Yojana, Developing Agri-Districts Program. The program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. It aims to enhance agricultural productivity, adopt crop diversification and sustainable agricultural practices, facilitate availability of long-term and short-term credit. This program is likely to help 1.7 crore farmers.
Atmanirbharta in pulses. Our government is implementing the National Mission for Edible Oilseed for achieving Atmanirbharta in edible oils. Our government will now launch a 6-year mission for Atmanirbharta in pulses with a special focus on tur, urad and masoor. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വൻ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. AI വികസനത്തിനായി നീക്കിവെച്ചത് 500 കോടിയാണ്. 6 മികവിന്റെ കേന്ദ്രങ്ങൾ തുടങ്ങും. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് നിർദ്ദേശം മുന്നോട്ട് വെച്ച് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വികസിത ഭാരതത്തിന് വേണ്ടിയാണ് ആണവോർജ്ജ പദ്ധതി. 2047ഓടെ ചുരുങ്ങിയത് 100 GW ആണവോർജ്ജമെങ്കിലും ഉൽപ്പാദിപ്പിക്കേണ്ടത് രാജ്യത്തിന്റെ ഊർജ്ജ പരിവർത്തനത്തിന് അനിവാര്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ അറ്റോമിക് എനർജി നിയമത്തിലും സിവിൽ ലയബിലിറ്റി ഫോർ ദ ന്യൂക്ലിയർ ഡാമേജ് നിയമത്തിലും ഭേദഗതികൾ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. Development of at least 100 gigawatt of nuclear energy by 2047 is essential for our energy transition efforts. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. At least 5 indigenously developed small modular reactors will be operationalized by 2033. രാജ്യത്ത് 10 വിമാനത്താവളങ്ങൾ കൂടി തുറക്കും. ബീഹാറിലെ പട്നയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും. A modified Udan scheme will be launched to enhance regional connectivity to 120 new destinations and carry 4 core passengers in the next 10 years. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. അതേസമയം കേരളത്തിൽ അങ്ങേയറ്റം നിരാശാജനകമായ ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. വയനാടിനും വിഴിഞ്ഞത്തിനും ഒന്നുമില്ല, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കേരളത്തിന് അനുവദിച്ചില്ലെന്നും ധനമന്ത്രി വിമർശിച്ചു. കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഈ ബജറ്റിൽ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചും എക്സ്പോർട്ടിനെ സംബന്ധിച്ചും ഡെവലപ്മെന്റിനെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അല്ലെങ്കിൽ 2 ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മേജറായ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തെ പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കാരണം എക്സ്പോർട്ടിനുള്ള വിൻഡോ ആണല്ലോ ഈ വലിയ തുറമുഖം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണനയെന്ന് എംപിമാരും പ്രതികരിച്ചു. കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചില്ലെന്നാണ് വിമർശനം. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിന്റെ പിന്തുടർച്ചയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിനെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ, കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പൊ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നോവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ. ഏറ്റവും രൂക്ഷമായ 2 പ്രശ്നങ്ങൾ, ഒന്ന് രാജ്യത്തെ രൂക്ഷമായ വിലക്കയറ്റവും മറ്റൊന്ന് തൊഴിലില്ലായ്മയുമാണ്. ഈ 2 പ്രശ്നത്തെയും അഡ്രസ് ചെയ്യുന്നതിനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും രാജ്യത്തെ യുവതീ-യുവാക്കൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണ് ഈ ബഡ്ജറ്റ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ട ഒന്നാണ് വയനാട് പാക്കേജ്. വയനാട് പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയുമെന്നാണ് നമ്മൾ ധരിച്ചത്. പ്രവാസി മലയാളികളെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയുമെന്നാണ് നമ്മൾ ഇപ്പോ നരഭോജിയായ കടുവ വയനാട്ടിൽ രാധയെ കൊന്നു തിന്നു. മാത്രമല്ല 6ഓളം പുലികൾ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെ
വന പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പട്ടികളെയും ആടിനെയും തിന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഈ മനുഷ്യനെ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേരള ഗവൺമെന്റ് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു. അതിനെക്കുറിച്ച് ഒരു തീരുമാനം വന്നില്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കടൽക്ഷോഭം വന്നിട്ട് കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രപ്പോസൽ വെച്ചിട്ട് അതും ഒരു കാരണവശാലും അംഗീകരിച്ചില്ല. കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ സംസ്ഥാനത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ്, രാജ്യത്തിന്റെ ഒരു പൊതു ബഡ്ജറ്റ് ഈ രൂപത്തിൽ വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. ഞാൻ കഴിഞ്ഞ 10-25 ബഡ്ജറ്റുകൾ കേട്ടിട്ടുള്ള ഒരു ലോക്സഭാ അംഗമാണ്. ആ ബഡ്ജറ്റുകളിലൊക്കെ തന്നെ ധനമന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ബഡ്ജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ ബഡ്ജറ്റിലും. എന്നാൽ ഈ ബഡ്ജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ പിന്നോക്ക വിഭാഗങ്ങൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ യാതൊരു പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ്. ആകെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതുമൂലം മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് 80,000 രൂപയുടെ ലാഭം ഉണ്ടാകുന്നു എന്നതിനപ്പുറമായി ഈ ബഡ്ജറ്റിൽ മറ്റൊരു പ്രയോജനവും ആർക്കുമില്ലാത്ത ഒരവസ്ഥയാണ്. ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇതേ നയങ്ങൾ വളരെ ശക്തമായി തുടരുന്ന നയമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നവനിർമ്മാണ നയങ്ങൾ തുടരുന്ന ബജറ്റാണ്. ഉദാഹരണത്തിന് ഇനി ബാക്കിയുള്ള നിയമങ്ങൾ പരിശോധിക്കാൻ ഒരു കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡീറെഗുലേഷന്റെ കാര്യത്തിൽ. നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇനി എടുത്തു കളയാൻ വേണ്ടി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ശക്തമായി ഉദാരവൽക്കരണ നയങ്ങൾ തുടരുന്നുള്ളതാണ്. അതിനകത്ത് ഒരു തർക്കമുള്ള കാര്യമല്ല. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അവഗണന പതിപോലെ തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില മോഡിഫിക്കേഷൻസ്, പഴയതിൽ നിന്ന് വ്യത്യസ്തമുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നും നടന്നിട്ടില്ല, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ വല്ല അനക്ഷരനകത്തോ വല്ല പേജിനകത്തോ അല്ല. ഞാൻ ഇത്രയും നേരം പ്രസംഗം കേട്ടു. പ്രസംഗത്തിനകത്ത് കേരളം എന്നുള്ള വാക്ക് ഒരിക്കൽ പോലും പറഞ്ഞത് എനിക്ക് സംശയമാണ്. ബീഹാർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടു, അപ്പോൾ വാക്ക് കേട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദാംശ കണക്കുകളൊന്നും കൂടെ നോക്കേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ പഠിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും. പക്ഷെ ഒരേ ഉറപ്പാണ്, പൊതുവിൽ ഇത് വളരെ നിരാശാജനകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും ഈ ബഡ്ജറ്റ് പരാമർശിച്ചിട്ടില്ല. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലാണ് റബ്ബർ. നിർത്തിവെച്ച 15ഓളം സബ്സിഡികൾ ഒന്നും കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ എക്കാലത്തെ ആഗ്രഹമാണ്. അത് സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അനിയന്ത്രിതമായ തുറന്ന സമീപനം, ഇറക്കുമതിക്കുള്ള സമീപനം, അതുകൊണ്ട് വിലത്തകർച്ചയിലായിരിക്കുന്ന 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കൃഷിക്കാർക്കോ അവരെ ആശ്രയിച്ച് കഴിയുന്ന 40 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്കോ അവർക്ക് യാതൊരു ആശ്വാസവും ഇതിൽ നിന്നില്ല. കേരളത്തെ സംബന്ധിച്ചെന്ന് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഫോറിൻ എക്സ്ചേഞ്ചിലെ ഏറ്റവും വലിയ റെമിറ്റൻസ് എന്ന് പറയുന്ന പ്രവാസികളാണ്. ഇന്ത്യ ഒട്ടാകെ വരുന്ന പ്രവാസി റെമിറ്റൻസിന്റെ 25% കേരളത്തിൽ നിന്നാണ്, മലയാളികളാണ് നൽകുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയും അവരുടെ പേര് പോലും ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ പരാമർശിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.